ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുന്നത് സെലക്ഷൻ മോഡിനെ കുറിച്ചാണ്. സെലക്ഷൻ മോഡെന്നും പറയാറുണ്ട്, സെലക്ഷൻ ഓപ്ഷൻസ് എന്നും പറയാറുണ്ട്. ഇതിപ്പോൾ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം, ഇത് പറഞ്ഞു തന്നാലേ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആവത്തുള്ളൂ, എന്നാലേ നമുക്ക് കുറച്ച് മനസ്സിലായി പോകാൻ കുറച്ച് എളുപ്പമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരാൻ ഞാൻ യൂസ് ചെയ്യുന്ന ടൂള് റെക്റ്റാങ്കിൾ മാർക്ക് ടൂളാണ്. കാര്യം ബാക്കിയുള്ള ടൂളുകൾ ഞാൻ കവർ ചെയ്തിട്ടില്ല, അത് ഞാൻ പഠിപ്പിക്കുമ്പോൾ അതിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കാര്യം അത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടൂള് റെക്റ്റാങ്കിൾ മാർക്ക് ടൂള്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത ശേഷം ഇതിലെ ന്യൂ സെലക്ഷനാണ് ഓണായി കിടക്കുന്നത്. ഇത് ഓണാക്കിയ ശേഷം ഞാൻ ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു സെലക്ഷൻ മാത്രമാണ് വരുന്നത്. എന്നാൽ ഞാൻ ഒന്നുകൂടെ ഡ്രാഗ് ചെയ്യാൻ നോക്കാം, അന്നേരം അത് വരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒറ്റ സെലക്ഷനെ പറ്റത്തുള്ളൂ. അറ്റ് എ ടൈമിൽ ഒരു സെലക്ഷനെ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഈ ന്യൂ സെലക്ഷൻ്റെ പ്രത്യേകത. എന്നാൽ ആടാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വേണമെങ്കിൽ ഇതും തമ്മിൽ ഡ്രാഗ് ചെയ്ത് സെലക്ഷൻ ചെയ്യാവുന്നതാണ്. കണ്ടോ, എത്ര വേണമെങ്കിലും സെലക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് കൊണ്ട് വേണമെങ്കിൽ സ്ക്വയർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പറ്റും. അതേപോലെ തന്നെ ഈ സെലക്ഷൻ മൈനസ് ചെയ്യാൻ, മറ്റേത് ആടാണ് ചെയ്യുന്നത്, ഇത് മൈനസ് ചെയ്യാൻ, ഇനി പറയുന്നത് സബ്സ്ട്രാക്ഷൻ ചെയ്യാമെന്നാണ്. സബ്സ്ട്രാക്ട് ഫ്രം ദ സെലക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതെടുത്ത് ഡ്രാഗ് ചെയ്യുന്ന ഭാഗം അത്രയും എന്ത് ചെയ്യും, സബ്സ്ട്രാക്റ്റ് ആയി പോകും. ഇത്രയാണ് ഡ്രാഗ് ചെയ്യുന്നത്, അത്രയും ഭാഗം മാത്രമേ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്ത് കളയാവുന്നതാണ് ഡ്രാഗ് ചെയ്യുന്ന ഭാഗം. അതേപോലെ തന്നെ അടുത്ത സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഭാഗത്ത് എന്ത് സെലക്ഷൻ ഉണ്ടോ ആ ഭാഗം മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗത്ത് എന്ത് സെലക്ഷൻ ഉണ്ടോ അത് മാത്രം നിൽക്കും. കണ്ടോ, ബാക്കിയെല്ലാം പോയി. ഇപ്പോൾ ഞാൻ ഇവിടെ ഇത്രയാണ് ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്ത് എന്തുണ്ടോ അത് മാത്രം നിൽക്കും, ബാക്കിയെല്ലാം പോകും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ ന്യൂ സെലക്ഷൻ ഇട്ടിട്ട് ഞാൻ ഡ്രാഗ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ പോയി ജമ്പ് ചെയ്യണമെന്നില്ല, ഇതേ പോയി ക്ലിക്ക് ചെയ്തിട്ടെടുക്കണമെന്നില്ല. ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, സെലക്ഷൻ നമുക്ക് ആഡ് ചെയ്ത് പോകാവുന്നതാണ്. അതാണ് ആഡ് ടു സെലക്ഷൻ. കാര്യം ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കിടന്നിരുന്ന സാധനം ഇതിലോട്ട് ജമ്പ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓൾട്ടൊന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ മൈനസ് ആയി പോകുന്നതാണ്. നമ്മൾ ഇവിടെ പോയി ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഇത് ഓട്ടോമാറ്റിക്കലി മൈനസ് ആകുന്നതാണ്. നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതേപോലെ തന്നെ ഷിഫ്റ്റും ഓൾട്ടും ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടേക്ക് ജമ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ഇൻ്റർസെക്ഷൻ വർക്ക് ആവുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.